ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ സമീപകാല സിനിമ കൂടി തുടരുമെന്ന സിനിമ ആദ്യ ദിവസം തന്നെ നേരിടുത്ത ബോക്സ് ഓഫീസിലെ വമ്പൻ നേട്ടത്തിനെ കുറിച്ചാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ലാലേട്ടനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത് ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ ക്ലാസും മാസം നിറഞ്ഞ ഫാമിലി ത്രില്ലർ ഡ്രാമ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ തുടരും. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ചുള്ള ആദ്യ യഥാർത്ഥ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇനിയും ഉറപ്പിച്ചു പറയാനാവില്ല എങ്കിൽ പോലും 15,75,00,000 റിവ്യൂ ആണ്. തുടരുമെന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എന്നൊരു റിപ്പോർട്ടാണ് ഈ ഒരു ഉച്ച സമയത്ത് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഇതോടെ ഒരു വേറെ ലെവൽ കളക്ഷൻ തുടരുമെന്ന സിനിമ നേടിയെടുത്തിരിക്കുന്നു. സിനിമയുടെ ഓണർ വെച്ച് നോക്കുമ്പോൾ, സിനിമയുടെ റിലീസ് വെച്ച് നോക്കുമ്പോൾ എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. പാൻ ഇന്ത്യൻ സിനിമകളെല്ലാം തന്നെ തൂക്കിയെറിയുന്ന തുടരുമെന്ന സിനിമയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. 15,75,00,000 സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് എത്തപ്പെടുന്നതോടെ ടോപ്പ് 10-ൽ 7ാം സ്ഥാനത്തേക്ക് തുടരുമെന്ന സിനിമ എത്തപ്പെട്ടിരിക്കുകയാണ്. ദുൽഖറിന്റെ 1.5 വർഷം മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ വൻ പാൻ ഇന്ത്യൻ പ്രൊമോഷനോടെ റിലീസ് ചെയ്ത പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ കിങ് ഓഫ് കൊത്ത. അന്ന് വമ്പൻ ഹൈപ്പിൽ റിലീസ് ചെയ്ത സിനിമയ്ക്ക് ആദ്യ ദിവസം 15,50,00,000 വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. ഇപ്പോഴത്തെ ആ കളക്ഷനാണ് നമ്മുടെ ലാലേട്ടന്റെ ഫാമിലി പടം വളരെ നിസ്സാരമായിട്ട് മറികടന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഈ ചെക്കനെല്ലാം തന്നെ വെച്ച് നമ്മുടെ ലാലേട്ടനെ കമ്പയർ ചെയ്യുന്ന ചില ന്യൂസ് റിപ്പോർട്ട്സ് എല്ലാം തന്നെ കണ്ടിരുന്നു. എന്തായാലും ഇപ്പോഴത്തെ ലാലേട്ടന്റെ ഫാമിലി പടം ദുൽഖറിന്റെ ഒരു പാൻ ഇന്ത്യൻ സിനിമയും മറികടന്നു എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും ലാലേട്ടന്റെ റേഞ്ച് ഏത് ലെവലാണ് എന്ന് വ്യക്തമാകുകയാണ്. ഒരുപക്ഷെ തുടരുമെന്ന സിനിമയ്ക്ക് അതിരാവിലെ ഷോസ് വെച്ചിരുന്നെങ്കിൽ, വൈഡ് റിലീസ് ആയിരുന്നെങ്കിൽ, ഇപ്പോൾ ലഭ്യമായതിനേക്കാൾ കൂടുതൽ മികച്ച സ്ക്രീൻ കൗണ്ട് കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും ലഭ്യമായിരുന്നെങ്കിൽ 20 കോടിയോളം തന്നെ ആദ്യ ദിവസം സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ വന്നാലും അത്ഭുതപ്പെടാനായിട്ടില്ല. എന്തായാലും നിലവിൽ സിനിമ ഡിസർവ് ചെയ്യുന്ന ഒരു കളക്ഷൻ തന്നെ നേടിയെടുത്തു, അതിനപ്പുറം നേടിയെടുത്തു എന്ന് തന്നെ പറയാം. ഇനി നമ്മളെല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നത് സിനിമയുടെ തുടർന്നുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്കാണ്. അപ്പോൾ ആദ്യ ദിവസത്തെ തുടരുന്ന സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 15,75,00,000 റിവ്യൂ ആണ്. ഇതിൽ 6 കോടിയിൽ പരം ഗ്രോസ് കളക്ഷൻ ഇന്ത്യയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ബാക്കിയുള്ള വൻ കളക്ഷൻ ഓവർസീസിൽ സിനിമയ്ക്ക് വന്നിരിക്കുകയാണ്.